ഹായ് ഓൾ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെർട്ടെക്സിൻ്റെ ആപ്പിൽ എങ്ങനെയാണ് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ആപ്പൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്യൂച്ചർ MCX എന്നൊക്കെ പറഞ്ഞിട്ട് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് ഞാനിപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട് കാണാം. നമ്മൾ ആപ്പൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് 1, 2, 3 എന്ന രീതിയിലായിരിക്കും നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് വാച്ച് ലിസ്റ്റിൻ്റെ നെയിം എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാണുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് തൽക്കാലം സ്റ്റോക്ക് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക് എന്ന് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, എനിക്ക് അവിടെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ആവുന്നതാണ്. ഇനി ഇതിലോട്ട് എങ്ങനെയാണ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സെർച്ച് സ്ക്രിപ്റ്റിൽ വരുന്നു. എനിക്ക് ഏത് സ്റ്റോക്കാണോ വേണ്ടുന്നത് അതിവിടെ ഞാൻ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് റിലയൻസ് വേണ്ടുന്നതുകൊണ്ട് ഞാൻ റിലയൻസ് ഇവിടെ സെർച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതെന്താവുന്നതാണ്, വാച്ച് ലിസ്റ്റിലോട്ട് നമുക്ക് ആഡ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം, റിലയൻസിൻ്റെ ഇക്വിറ്റി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലോട്ടൊക്കെ ബൈ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നമുക്ക് ഡയറക്റ്റ് ബൈയും സെല്ലും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്കൊരു ഇൻഡെക്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിലോ, ഇപ്പോൾ എനിക്കൊരു ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് എനിക്ക് വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സെർച്ച് സ്ക്രിപ്റ്റിൽ വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിഫ്റ്റി ബാങ്ക് എന്ന് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. നിഫ്റ്റി ബാങ്ക് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ കാണുന്നതാണ്. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിഫ്റ്റി ബാങ്കും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ഇൻഡെക്സ് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ചെയിനൊക്കെ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഓപ്ഷൻ ചെയിനൊക്കെ എടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും എക്സ്പയറി ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലോ ഈ രീതി നമുക്ക് എക്സ്പയറിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ചെയിനൊക്കെ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബാങ്ക് നിഫ്റ്റി ഒന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അപ്പോൾ എനിക്ക് ഈ വാച്ച് ലിസ്റ്റിൽ നിന്ന് എനിക്ക് ഈ ബാങ്ക് നിഫ്റ്റി ഒക്കെ റിമൂവ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ മുകളിലായിട്ട് നമുക്കൊരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഡിലീറ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ എനിക്ക് നിഫ്റ്റി ബാങ്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ആ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം എൻ്റെ ഡിലീറ്റ് സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റി ഈ വാച്ച് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും നമ്മുടെ വെർട്ടെക്സ് ആപ്പിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് ഇങ്ങനെ മാർക്കറ്റ് വാച്ചസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഞാനിവിടെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് സ്റ്റോക്കൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറേ സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിലും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് വാച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മാർക്കറ്റ് വാച്ച്, മ്യൂച്വൽ ഫണ്ട് വാച്ച്, ഡിഫോൾട്ട് MW, ഇൻഡെക്സ് MW എന്നൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ മ്യൂച്വൽ ഫണ്ട് വാച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലോ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഡിഫോൾട്ട് MW എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, എൻ്റെ സ്റ്റോക്കുകൾ എനിക്ക് ഇവിടെ. അപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിലുള്ള എല്ലാ പൊസിഷൻസും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൈ സ്റ്റോക്ക് എന്ന ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഇൻഡെക്സിലായിക്കോട്ടെ, ഇപ്പോൾ ഇതിൽ സ്റ്റോക്കൊക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ റിലയൻസ്, വെർട്ടെക്സ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഈ സ്റ്റോക്കുകളൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് നിഫ്റ്റി ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളും ലിസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് നിഫ്റ്റി 50 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് മുകളിലായിട്ടൊരു 3 ഡോട്ട്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻഡെക്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ നിഫ്റ്റി ITയോ നിഫ്റ്റി ഫാർമയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡിഫോൾട്ട് മാർക്കറ്റ് വാച്ചിന് ശേഷം നമുക്ക് ഇൻഡെക്സ് മാർക്കറ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് NSE, BSE, MCX എന്ന് കാണാൻ പറ്റും. അപ്പോൾ നോക്കിയേ, NSEയിലൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് NSEയിൽ മേജറായിട്ട് വരുന്ന എല്ലാ സെക്ടറുകളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ NSEയിലെ പ്രധാനപ്പെട്ട എല്ലാ സെക്ടറുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആ BSE ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് BSEയിൽ മേജറായിട്ട് വരുന്ന സെൻസെക്സ്, BSE 100 മുതലായ എല്ലാ സെക്ടറുകളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്